പ്രസംഗം ഒരു കലയെങ്കിൽ ആ കലാലയത്തിലെ പ്രിൻസിപ്പാലാണ് സഖാവ് അജിത് കോഴാടി. കഴിഞ്ഞ ദിവസം പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി KS ഹംസയുടെ പ്രചാരണ യോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഗംഭീരമെന്നല്ല, അതിഗംഭീരമായിരുന്നു. മുഗളന്മാർ നൂറ്റാണ്ടുകൾ ഭരിച്ചിട്ടും അവർ ഈ നാടിനെ ഒരു മതരാജ്യമാക്കാൻ നോക്കിയില്ല. എന്നാൽ മോദിയും കൂട്ടരും 10 ആണ്ട് തികക്കുമ്പോഴേക്ക് ഈ രാജ്യത്തെ മതരാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം സംഘപരിവാറിനെ ശരിക്കും പൊളിച്ചെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പടനായകൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോ ദിവസവും 3 പൊതുയോഗത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് സംവദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനോടുള്ള പ്രതിജ്ഞാബദ്ധതയാണത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാർക്ക് മാത്രമല്ല, നാട്ടിലെ രാഷ്ട്രീയ ബോധമുള്ള ഫാസിസ്റ്റ് വിരുദ്ധ മനസ്സുകൾക്ക് മുഴുവൻ അറിയാം. ഇന്ത്യ മതേതര സ്വഭാവത്തോടുകൂടി ബഹുസ്വരതയുടെയും വൈവിധ്യങ്ങളുടെയും ദർശനങ്ങളെ മുറുകെ പിടിച്ച് നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. ക്രമാതീതമായി സാമൂഹിക അസമത്വവും സാമ്പത്തിക അസമത്വവും വർദ്ധിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സാമൂഹിക അസമത്വമുള്ള ഒരു രാഷ്ട്രമായി ഐക്യരാഷ്ട്രസഭ ഇന്ത്യയെ ആ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള കാലയളവിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പറഞ്ഞറിയിക്കാനാവാത്ത വിധം സ്ത്രീപീഡനങ്ങളും വംശഹത്യകളും ആൾക്കൂട്ട കൊലപാതകങ്ങളും മതവും ജാതിയും നിറവും ഭാഷയും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭാരതം സ്വാതന്ത്ര്യം നേടുന്ന കാലഘട്ടങ്ങൾ മുതൽക്ക് എന്തിനു വേണ്ടി നിലകൊള്ളുവോ ആ ആദർശങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചുകൊണ്ട് ഏകശിലാരൂപമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സംഘപരിവാർ വളരെ ആസൂത്രിതമായി നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന കാലയളവിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാത്മാഗാന്ധി പിറന്ന നാടാണിത്, പ്രവർത്തിച്ച നാടാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും സർദാർ പട്ടേലിൻ്റെയും മൗലാന ആസാദിൻ്റെയും നാടാണിത്. പൂർവസൂരികളായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അജയ്യരായ നേതാക്കന്മാർ ഭൂജന്മിത്വത്തിൻ്റെ മുതലാളിത്തത്തിനുമെതിരെ നൂറുകണക്കിന് സമരങ്ങൾ നയിച്ച നാടാണിത്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായ ജയപ്രകാശ് നാരായണും റാം മനോഹറും ലോഹിയയും ഒക്കെ ജനിച്ച് പ്രവർത്തിച്ച നാടാണിത്. ആ ഒരു നാട്ടിലാണ് സംഘപരിവാർ വളരെ പ്രാകൃതമായ ആശയങ്ങളെ പുറത്തേക്കെടുത്തുകൊണ്ട് ജനങ്ങളെ വിഭാഗീയവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ BJP പറഞ്ഞിട്ടുള്ള കാര്യമൊന്ന് നോർക്കണം നമ്മൾ. 2016 അവർ പറഞ്ഞത് 3 കാര്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. കാശ്മീരിന്റെ പ്രത്യേക അധികാര പദവി എടുത്തുകളയും. രണ്ടാമത് പറഞ്ഞത് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും. മൂന്നാമത് പറഞ്ഞത് CAA നടപ്പിലാക്കും. 2016 പറഞ്ഞ ഈ 3 കാര്യങ്ങളും ഇപ്പൊ നടപ്പിലാക്കി കഴിഞ്ഞു. ഈ കാര്യങ്ങൾ അവർ മനഃപൂർവ്വം പറഞ്ഞതാണ്. ഫാസിസം എപ്പോഴും പ്രവർത്തിക്കുക അവർ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ചിന്തയെ ആവാഹിക്കുക എന്നുള്ളതാണ് ഫാസിസത്തിന്റെ ഏറ്റവും വലിയ തന്ത്രം. ഒരു ഭാഗത്ത് മൂലധന ശക്തികളും ഒരു ഭാഗത്ത് മതമൗലികവാദികളും സമ്മേളിക്കുമ്പോൾ ആ സമ്മേളനത്തിന് കേന്ദ്ര ഗവൺമെന്റ് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പ്രക്രിയയാണ് ഫാസിസം എന്ന് പറയുക എന്ന് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആയിരുന്ന ഇറ്റാലിയൻ ഭരണാധികാരി ബെന്നിറ്റോ മുസോളിനി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മതമൗലികവാദികളും ഒരു ഭാഗത്ത് മൂലധന ശക്തികളും ഭീമാകാരമായ ശക്തികളായി വളർന്നു വന്നുകൊണ്ട് ഇന്ത്യയെ ഞെക്കിപ്പിഴിയുകയാണ്.
സാമൂഹിക സാമ്പത്തിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയെക്കുറിച്ചോ സാമൂഹിക സുരക്ഷിതത്വമില്ലായ്മയെക്കുറിച്ചോ സാമ്പത്തികമായ തകർച്ചയെക്കുറിച്ചോ ജനങ്ങൾ ഓർക്കാതിരിക്കാൻ, ജനങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടാതിരിക്കാൻ, പോഷകാഹാരക്കുറവ് മൂലം ഏറ്റവും അധികം കുട്ടികൾ മരിക്കുന്ന പല രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ എന്നറിയപ്പെടാതിരിക്കാൻ, വംശഹത്യ നടക്കുന്ന നാടാണ് ഇന്ത്യ എന്നറിയപ്പെടാതിരിക്കാൻ, ദേശത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും ഭക്ഷണത്തിന്റെ പേരിലും ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്ന നാടാണ് ഇന്ത്യ എന്ന് ജനം ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫാസിസ്റ്റുകൾ അവരുടെ ഏറ്റവും വലിയ ആയുധമായിട്ടുള്ള മതത്തിനെയും ആ മതം ആരാധിക്കുന്ന ദൈവത്തിനെയും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതാണ് ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ 38% ആൾക്കാർ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 വർഷം കഴിഞ്ഞിട്ടും 2 നേരത്തെ മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണെന്ന് പറഞ്ഞത് ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ നൊബേൽ പ്രൈസ് ജേതാവ് അമർത്യ സെൻ. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ പലതിലും, പ്രത്യേകിച്ച് ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഗ്ലോറി ആൻഡ് കോൺട്രഡിക്ഷൻസ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഈ 2 പുസ്തകത്തിലും അദ്ദേഹം പറയുന്ന കാര്യം അക്കമിട്ട ചോദ്യങ്ങളാണ് നരേന്ദ്രമോദിയോടും മൻമോഹൻ സിംഗിനോടും. അതിനുള്ള ഉത്തരങ്ങളൊന്നും ഇന്നേ വരെ കൊടുത്തിട്ടില്ല. 2 നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന 38% ജനതയുള്ളൊരു നാട്ടിലാണ്. ഈ പുസ്തകം എഴുതിയത് 2018-ലും 2017-ലുമാണ്. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് 3000 കോടി രൂപ മുടക്കിയിട്ട് രാമക്ഷേത്രം പണിതത്, 20,000 കോടി രൂപ മുടക്കിയിട്ട് പുതിയ പാർലമെന്റ് മന്ദിരം പണിതത്, 2800 കോടി രൂപ മുടക്കിയിട്ട് സർദാർ പട്ടേലിന്റെ പ്രതിമ പണിതത്. കർണാടക മുതൽ ഡൽഹി വരെ സന്ദർശിച്ചാൽ നമുക്ക് കാണാം ദിവസക്കൂലികൾ 160 രൂപ മുതൽ 350 രൂപ വരെ വാങ്ങുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെ. അതാണ് ഇന്ത്യ. മറുഭാഗത്തോ ഓക്സ്ഫാം ഇന്റർനാഷണൽ എന്ന് പറയുന്ന ലോകത്തിലെ അന്താരാഷ്ട്ര സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഓക്സ്ഫാം NGO ഏജൻസി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ കോടീശ്വരൻ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ, മുകേഷ് അംബാനി. അദ്ദേഹത്തിന്റെ മുകളിലായിരുന്നു ഗൗതം അഡാനി. ഹിഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹം 12ാമത്തെ പൊസിഷനിലേക്ക് താഴെ വീണത്. അങ്ങനെ 20 കുടുംബങ്ങളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. അംബാനിയുടെ പ്രഖ്യാപിക്കപ്പെട്ട സ്വത്ത് 15 ലക്ഷം കോടി രൂപയാണ്. അങ്ങനെ ഈ 20 കുടുംബങ്ങളുടെയും മറുഭാഗത്ത് 150 മുതൽ 350 രൂപ വരെ വരുന്ന കൂലി വാങ്ങുന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ. അതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ചിത്രം എന്ന് അമർത്യ സെൻ എഴുതി വെച്ചു. അന്ന് ആ പുസ്തകം എഴുതി അമർത്യ സെൻ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ 2018-ൽ വന്ന് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും ഇന്റലിജൻസ് ബ്യൂറോന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അമർത്യ സെന്നിനോട് പറഞ്ഞു, രാത്രി സ്ഥലം വിട്ടുകൊള്ളണം അമേരിക്കയിലേക്ക് തിരിച്ച്. അന്ന് പോയതാ, പിന്നെ വന്നിട്ടില്ല. കടക്കാൻ അനുവദിക്കില്ല മോഡി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്ന രാജ്യം, ജനാധിപത്യത്തിന്റെ അഭിപ്രായം ആവിഷ്കാരം ഇതൊക്കെ നിഷേധിക്കുന്ന രാജ്യം. അങ്ങനെ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ക്ഷേത്ര ഉദ്ഘാടനം നടന്നതും CAA നടപ്പിലാക്കുന്നത്. ജനുവരി 22-ാം തീയതി നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. ആ ജനുവരി 22-ാം തീയതിയാണ് രാമക്ഷേത്ര ഉദ്ഘാടനം നടന്നത്. റാംലല്ല വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിച്ചത്, കുട്ടിയായ രാമൻ. രാമായണത്തിൽ വാത്മീകി എഴുതിയ രാമായണത്തിൽ കുട്ടിയായ രാമനെ കുറിച്ച് അധികമൊന്നും പറയുന്നില്ല. ആകെ പറയുന്നത് 12 വയസ്സായ രാമനെ വിശ്വാമിത്ര മഹർഷി കാട്ടിൽ കൊണ്ടുപോയി തന്റെ യാഗം മുടക്കുന്ന രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ കഥ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ ഭാഗങ്ങളും പറയുന്നത് യുവാവായ രാമനെ, സീതാദേവിയെ വിവാഹം കഴിക്കുന്ന രാമനെ, കാട്ടിൽ പോകുന്ന രാമനെ, തിരിച്ചു വരുമ്പോഴേക്കും അച്ഛൻ മരിച്ച, അമ്മമാര് മരിച്ച, അവസാനം സഹോദരന്മാരെ ഉപേക്ഷിച്ച, ഭാര്യയെ ഉപേക്ഷിച്ച, മക്കളോടൊപ്പം താമസിക്കാൻ പറ്റാത്ത രാമനെ കുറിച്ചാണ് വാത്മീകി എഴുതിയത്. ആ രാമനൊന്നും RSSകാർക്ക് വേണ്ട. RSSകാർക്ക് വേണ്ട മതത്തിനെ കച്ചവടവൽക്കരിക്കുന്ന രാമനെ, മതത്തിനെ അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കും ആധിപത്യം സ്ഥാപിക്കപ്പെടുന്ന രാമനെ.
അങ്ങനെ ആ ക്ഷേത്ര ഉദ്ഘാടനം TV-യിൽ കാണിച്ചത് 4.5 മണിക്കൂർ. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഇന്ത്യയിലെ 72 കോടി ജനത ഈ 4.5 മണിക്കൂർ TV നോക്കിയിരുന്നു എന്നാണ്. ഉത്തരേന്ത്യൻ ജനത ഫാസിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് അറിയാം, ഏറ്റവും നല്ല പ്രഭാഷകൻ 2 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുക ഒരു ചിത്രമാണ്. ഫാസിസ്റ്റുകളുടെ ടെക്നിക്ക് അതാണ്. അപ്പൊ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോ തുടങ്ങിയതല്ല, ഹിറ്റ്ലർ തുടങ്ങി, മുസോളിനി തുടങ്ങി, ഇവരൊക്കെ ചിത്രങ്ങളെ കാണിച്ചുകൊണ്ടിരുന്ന ലോകത്തോട്. ആ ചിത്രം സ്വാധീനിക്കും ജനങ്ങളുടെ മനസ്സിനെ. 4 മണിക്കൂർ ഉദ്ഘാടനം കാണുകയാണ് ക്ഷേത്രത്തിന്റെ. ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ, വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ, മധ്യ ഇന്ത്യയിൽ ഈ ചിത്രവും ഉദ്ഘാടനവും കണ്ടുകൊണ്ട് ജനങ്ങൾ ആഹ്ലാദഭരിതരായി, ഹർഷോന്മാദിതരായി. അങ്ങനെ BJP-കാരന്റെ ഹിന്ദുത്വവാദത്തിന്റെ അജണ്ടയെ അവര് ഉയർത്തിപ്പിടിച്ചു. പക്ഷെ ആ 1/2 മണിക്കൂറാണ് വിഗ്രഹം കാണിച്ചത്. ബാക്കി 4 മണിക്കൂർ കാണിച്ചത് വേറൊരു രാമന്റെ മുഖമാണ്. ആ രാമന്റെ പേരാണ് നരേന്ദ്രമോദി. ഫാസിസ്റ്റുകൾ അങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക. ഇതാ പുതിയ രാമൻ വന്നിരിക്കുന്നു. ആ രാമൻ ഞാനാണ്, നരേന്ദ്രമോദി എന്ന രാമൻ. ആ രാമനെ കുറിച്ചാണ് TV മുഴുവൻ കാണിച്ചത്. അങ്ങനെയാണ് ഹിന്ദുത്വത്തിന്റെ അജണ്ട അവർ കൃത്യമായിട്ട് അടിക്കെട്ടുറപ്പിക്കുന്നത്. ആ രാമൻ ക്ഷേത്രത്തിന്റെ പടവുകൾ കയറി വന്ന് വിഗ്രഹത്തിന്റെ അടുത്തിരിക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടു. അവിടെ പൂജാരിമാരെ കണ്ടില്ല. സാക്ഷാൽ രാമൻ കാട്ടിൽ നിന്ന് തിരിച്ചു വന്ന് അശ്വമേധയാഗം നടത്തി. അശ്വമേധയാഗം നടത്തുന്ന സമയത്ത്, അഭിഷേകം ചെയ്യുന്ന സമയത്ത് രാജസദസ്സിലെ ഗുരുവായ വസിഷ്ഠ മഹർഷി പറഞ്ഞു, ഭാര്യ അടുത്തിരിക്കണം. പക്ഷെ ഭാര്യയില്ല അവിടെ. സീതാദേവി, സീത അപ്പോഴും വന്നിട്ടില്ല, ഉപേക്ഷിച്ച സമയം. അപ്പൊ കാഞ്ചന സീതയാണ് അടുത്തിരുത്തിയത്. എന്നിട്ട് ഈ അഭിഷേകം നടന്നത്. ഇവിടെ ജീവനുള്ളൊരു സീതയെ അടുത്തിരുത്തിയത്. ആ സീതയുടെ പേരാണ് മോഹൻ ഭാഗവത്, RSS തലവൻ. കൃത്യമായ സന്ദേശമാണ് ഫാസിസ്റ്റുകൾ കൊടുക്കുന്നത്. പ്രധാനമന്ത്രി കൊടുത്തത്, ഞാനല്ല രാജ്യം ഭരിക്കുന്നത്, ഇദ്ദേഹമാണ്. RSS ഇന്ത്യ ഭരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണ്. മോഹൻ ഭാഗവത്തിന് അവിടെ എന്ത് കാര്യം? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അവിടെ എന്ത് കാര്യം? ഭരണഘടന പറയുന്നത് മതേതരത്വമാണ്, ജനാധിപത്യമാണ്, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഇതാണ് ഭരണഘടന പറയുന്നത്. ഇന്ത്യൻ ദർശനങ്ങളെയും ബഹുസ്വരതയെയും ഉൾക്കൊള്ളുന്ന ആ വലിയൊരു പൂങ്കാവനമായിട്ട് ഇന്ത്യയെ ചിത്രീകരിക്കുന്ന ഭരണഘടനയെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഒരു പ്രധാനമന്ത്രി ഓപ്പണായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ മുൻപേ രാമജന്മഭൂമി ക്ഷേത്രത്തിന് ഭൂമി പൂജ നടത്തിയതും ഈ പ്രധാനമന്ത്രിയാണ്. അതിൻ്റെയും 1 വർഷം മുമ്പ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ഗംഗാനദിയിൽ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന ദീപാരാധന സമയത്ത് വിശ്വനാഥൻ ആരതി ഒഴിഞ്ഞതും ഈ പ്രധാനമന്ത്രിയാണ്. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ 3 സന്ദർഭങ്ങളിലൂടെയും ഫാസിസ്റ്റുകൾ കൊടുത്ത ഏറ്റവും വലിയ സന്ദേശം, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ മുഖ്യ പുരോഹിതൻ. അങ്ങനെയാണ് ഹിന്ദുത്വം രാഷ്ട്രീയം പറയുന്നത്. ആര് ഭരിച്ച രാജ്യമാണിത്? ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേര, ലാൽ ബഹദൂർ ശാസ്ത്രി ഇരുന്ന് ഭരിച്ച രാജ്യം. മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാർ, ജനാധിപത്യ ആശയങ്ങളുടെ കാവൽഭടന്മാരായ നെഹ്റു എഴുതാത്ത പുസ്തകങ്ങളില്ല, നടത്താത്ത പ്രഭാഷണങ്ങളില്ല. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ളൊരൊറ്റ പുസ്തകം മതി അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ഗഹനത അറിയാൻ. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അച്ഛൻ മകൾക്കയച്ച കത്തുകൾ, ഇതൊക്കെ ലോക സാഹിത്യത്തിനെയും ലോക ചരിത്രത്തിനെയും അമ്മാനമാടിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അങ്ങനെ വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമായിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയിലാണ് കഴിഞ്ഞ 10 കൊല്ലമായി അക്ഷരവിരോധിയായ ഒരു പ്രധാനമന്ത്രി നാട് ഭരിക്കുന്നത്. അതിന്റെ ദുരന്തമാണ് ഭാരതം ഇന്ന് അനുഭവിക്കുന്നത്. RSS വായിക്കില്ല, വായനയ്ക്കെതിരാണ് RSS, വിജ്ഞാനത്തിന്റെ എതിരാണ് RSS. അവരുടെ ശാഖകളിൽ പഠിപ്പിക്കുക മനുസ്മൃതിയും യാജ്ഞവൽക്യ സ്മൃതിയും പരാശര സ്മൃതിയുമാണ്. അല്ലാതെ ഉപനിഷത്ത് പഠിപ്പിക്കില്ല, യഥാർത്ഥ രാമായണം പഠിപ്പിക്കില്ല, എന്താണ് മഹാഭാരതം എന്ന് പഠിപ്പിക്കില്ല. എന്നിട്ട് സങ്കുചിതത്വത്തിന്റെ ആശയങ്ങൾ മുഴുവൻ ഈ സംഘപരിവാർ പ്രവർത്തകന്മാരുടെ മസ്തിഷ്കത്തിലേക്ക് തള്ളിവിടുന്നു. 925 മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഗോൾവാൾക്കർ എഴുതിയ വിചാരധാരയിൽ ഈ പ്രാകൃത ആശയങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്.
അന്നേ ഗോൾവാൾക്കർ എഴുതിയതാണ്. മുസൽമാനും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും ഈ നാടിന്റെ സംസ്കാരത്തിന് യോജിപ്പുള്ളവരല്ല, അവർ വൈദേശികരാണ്, മെല്ലെ പുറത്തു പോകണം. അതിന്റെ തുടക്കമാണ് CAA, അതിന്റെ തുടക്കമാണ് രാമക്ഷേത്രം. ഹിന്ദു രാഷ്ട്രത്തിന്റെ, ഹിന്ദു വിശ്വാസത്തിന്റെ ഒരമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി പോയത് തന്നെ മതേതര സിദ്ധാന്തത്തിനെതിരാണ്. അമ്പലം ഉദ്ഘാടനം ചെയ്യുന്നതും പള്ളി ഉദ്ഘാടനം ചെയ്യുന്നതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ജനാധിപത്യ പ്രസ്ഥാനങ്ങളോ എതിരല്ല. ഏത് വിശ്വാസിക്കും അവരുടെ വിശ്വാസത്തിൽ വിശ്വാസമർപ്പിക്കാം, ആരാധന നടത്താം. പക്ഷേ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ മേൽ അധികാരം ഉപയോഗിച്ച് തന്റെ വിശ്വാസം അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഭാരതീയ ദർശനങ്ങൾക്കും ഭാരതീയ ചിന്തകളുടെ സമന്വയത്തിനും എതിരാണ് എന്ന് പണ്ഡിറ്റ് നെഹ്റു മുതൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതാണ് അംബേദ്കർ എഴുതി വെച്ചത്. എന്റെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം. എന്താണ് ആ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു രാഷ്ട്രം ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസം കീഴ്പ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, ആ രാഷ്ട്രം ശിഥിലീകരിക്കപ്പെടും, ആ രാഷ്ട്രത്തിൽ ജനാധിപത്യം ഉണ്ടാവില്ല എന്ന്. അംബേദ്കർ എഴുതി വെച്ചത് എത്ര അന്വർത്ഥമായി. ഇപ്പൊ വിശ്വാസമാണ് വലുത്, അല്ലാതെ രാഷ്ട്രമല്ല വലുത്. ആ വിശ്വാസത്തിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇവർ അപരനെ സൃഷ്ടിക്കുന്നു. രാജ്യത്തിലെ മനുഷ്യന്മാരെ ഒന്നായി കാണാൻ പറ്റാത്ത സിദ്ധാന്തമാണ് ഫാസിസം. അപരനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഒന്നാമത്തെ അപരൻ മുസൽമാൻ, ഇനി വരും പിന്നീട് ക്രൈസ്തവരിലേക്ക്, ബൗദ്ധന്മാരിലേക്ക്, ജൈന സിഖുകാരിലേക്ക്, അവസാനം കമ്മ്യൂണിസ്റ്റുകാരിലേക്കും വരും. അത് ക്രമേണ ഫാസിസം അങ്ങനെയാണ് പ്രവർത്തിക്കുക. ഹിറ്റ്ലർ അത് കാണിച്ചു തന്നതാണ്, മുസോളിനി അത് കാണിച്ചു തന്നതാണ്. അങ്ങനെ അപരന്മാരെ സൃഷ്ടിക്കുമ്പോൾ അതിനുള്ള ആയുധം എന്താ? ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിക്കുക. ഇന്ത്യയിൽ ബീഭത്സമായ രീതിയിൽ ചരിത്ര ദുർവ്യാഖ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. മുസൽമാന് ചരിത്രമില്ല എന്ന് പരസ്യമായി പറയുന്നു. 4 ദിവസം മുമ്പ് മീററ്റിൽ വെച്ച് പ്രധാനമന്ത്രി പ്രസംഗിച്ചു. മീററ്റിൽ നിന്ന് കർണാടകയിൽ പോയിട്ടാണ് കുന്നംകുളത്തേക്ക് വന്നത്. ഇനി ഞാൻ ആ മീററ്റിൽ എന്തായിരുന്നു പ്രസംഗം? ആ മീററ്റിൽ പ്രസംഗിച്ചത് പ്രതിപക്ഷ നേതാക്കന്മാര് മാംസം കഴിക്കുന്നവരാ ശ്രാവണ മാസത്തിൽ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വാചകം എന്താ? മാംസം കഴിക്കുന്നത് പഠിപ്പിച്ചു കൊടുത്തത് മുഗളന്മാരാ. ഇത് ചരിത്രത്തിനെ കൃത്യമായി ദുർവ്യാഖ്യാനിക്കല. മോഡിക്കറിയാം ഉത്തരേന്ത്യൻ ജനത ഇത് കേട്ടാൽ കലിയിളകും. അങ്ങനെ ഇന്ത്യയുടെ മനസ്സിനെ അവർ സങ്കീർണമാക്കി, സങ്കുചിതമാക്കി. ആ ചരിത്ര ദുർവ്യാഖ്യാനത്തിനെ നിഷേധിക്കണ്ടേ? ഇന്ത്യയുടെ ഏറ്റവും വലിയ ദാർശനികന്മാർ മുഴുവൻ മാംസബുക്കുകളായിരുന്നു എന്ന് ചരിത്രം വായിച്ചവർക്ക് മുഴുവൻ അറിയാമല്ലോ. വിവേകാനന്ദ സ്വാമി അവസാന കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഡോക്ടർ വില്യം ഹെഡ്ഡേഴ്സന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവർ ക്ഷീണിതനായിരുന്നു സ്വാമിജികൾ. അവർ ഡോക്ടർ ചോദിക്കും, എന്ത് മരുന്നാ വേണ്ട സ്വാമിജിക്ക് ക്ഷീണം മാറ്റാൻ, ആരോഗ്യം വീണ്ടെടുക്കാൻ? ഇന്ത്യയിലേക്ക് പോകണ്ടേ? സ്വാമിജി പറഞ്ഞിക്കും മരുന്നൊന്നും വേണ്ട. പിന്നെ എന്താ വേണ്ടത് അങ്ങക്ക്? എനിക്ക് രാവിലെയും വൈകുന്നേരം ഓരോ പശുവിന്റെ സൂപ്പ് കുടിക്കാൻ തരും, ഓരോ ഗ്ലാസ്. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ വിവേകാനന്ദൻ എഴുതിയിട്ടുണ്ട്, വിവേകാനന്ദം മുതലൊക്കെ തുടങ്ങിയതാ മാംസം കഴിക്കാൻ ഇന്ത്യയിൽ. അങ്ങനെ പല താത്വിക ഋഷിമാരും ഇന്ത്യൻ തത്വചിന്തയുടെ അതിപുരാതന പണ്ഡിതൻ എന്ന് പറയപ്പെടുന്ന ഉപനിഷത്തിന്റെ മുണ്ടകോപനിഷത്ത് എഴുതിയ യാജ്ഞവൽക്യ മഹർഷി ഭാര്യയായ മൈത്രിയോട് പറയുന്നുണ്ട്, പ്രപഞ്ചത്തിൽ വരൾച്ചയും വെള്ളപ്പൊക്കമൊക്കെ വന്നാൽ, എല്ലാം നശിച്ചാൽ മനുഷ്യനെ ജീവിക്കാൻ പശുവിനെ കൊന്നു തിന്നോളൂ. അങ്ങനെയുള്ള രാജ്യത്തപ്പ പശുവിനാ കൂടുതൽ വില, മനുഷ്യന് വില ഇല്ല. പശുവിന്റെ മൂത്രം കുടിക്കൽ അവിടെ പുണ്യം. ഉത്തരേന്ത്യയിലേക്ക് പോയാൽ പശുവിനെ തൊട്ടാ കുഴപ്പമായി. യാജ്ഞവൽക്കം പറഞ്ഞത് പശുവിനെ ഭക്ഷിച്ചോളൂ എന്നാ പറഞ്ഞത്. ചരിത്ര ദുർവ്യാഖ്യാനം. 823 കൊല്ലമാണ് മുസ്ലിങ്ങൾ ഈ രാജ്യം ഭരിച്ചത്. മുഗളന്മാർ 560 കൊല്ലവും അതിനു മുമ്പ് ഒരു 250 കൊല്ലം സുൽത്താൻമാർ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ബഹമാനി സുൽത്താൻ വംശമടക്കം. അല്ല, ഇബ്രാഹിം ലോഡി എന്ന് പറയുന്ന ഡൽഹി സുൽത്താനെ തോൽപ്പിച്ചുകൊണ്ടാണ് ബാബർ ഇന്ത്യ പിടിച്ചടക്കിയത്. അല്ലാതെ ഹിന്ദു ചക്രവർത്തിയെ തോൽപ്പിച്ചിട്ടല്ല മുഗൾ രാജവംശം ഇന്ത്യ പിടിച്ചത്, മുസ്ലിം ചക്രവർത്തിയെ തോൽപ്പിച്ചിട്ടാണ്. അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള മുഗൾ രാജവംശം ലോകത്തിന്റെ കൊടുത്ത സംഭാവന എന്താ? അവർ ഇന്ത്യയിൽ ഒന്നും കട്ടുകൊണ്ടുപോയില്ല ബ്രിട്ടീഷുകാരെ പോലെ. ഇവിടെ കൊള്ളയടിച്ചില്ല. ബാബറും ഹുമയൂണും അക്ബറും ജഹാംഗീറും ഷാജഹാനും എല്ലാം ഈ രാഷ്ട്രത്തിനെ പുരോഗതിയുടെ ഭാഗത്തേക്ക് നയിച്ചു. എങ്ങനെ ഒരു രാഷ്ട്രം ഭരിക്കണം, സിവിൽ സർവീസ് എന്താണ്, വില്ലേജ് ഓഫീസ് എന്താണ്,
തഹസിൽദാരുടെ ഓഫീസ് എന്താണ് എന്ന് ആദ്യമായിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് പറഞ്ഞു കൊടുത്ത മഹാനായ ചക്രവർത്തിയാണ് അക്ബർ ദ ഗ്രേറ്റ്. ആ ഭരണ സമ്പ്രദായ പ്രക്രിയയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് അക്ബർ നാമ. ഭരണം എങ്ങനെയായിരിക്കണമെന്ന് അക്ബറാ പഠിപ്പിച്ചത് ഇന്ത്യൻ ജനതയ്ക്ക്. ഈ അധികാര വികേന്ദ്രീകരണം മുഴുവൻ മുസൽമാന്റെ സംഭാവനയാകും. അക്ബർ പറയും പണ്ഡിതന്മാരെ വിളിച്ച്, ഇന്ത്യയിൽ ലോക പാണ്ഡിത്യമുള്ള രാജ്യമാണ് ഇന്ത്യ, ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കൂ ഈ ഗ്രന്ഥങ്ങളെ മുഴുവൻ. അബ്ദുൽ ഖാദർ ബൂദയാനി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ രാമായണം തർജ്ജമ ചെയ്തു പേർഷ്യൻ ഭാഷയിലേക്ക്, മഹാഭാരതം തർജ്ജമ ചെയ്യപ്പെട്ടു, ഭഗവത്ഗീത തർജ്ജമ ചെയ്തു, ഋഗ്വേദം തർജ്ജമ ചെയ്തു. അക്ബറിന്റെ പണ്ഡിത ശിരോമണികൾ പേർഷ്യൻ ഭാഷയിലേക്ക് പോയ ആ ഗ്രന്ഥങ്ങളെ പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അവിടുത്തെ പണ്ഡിതന്മാർ തർജ്ജമ ചെയ്തു. മുഗളന്മാരാണ് ഈ ഗ്രന്ഥം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ഇവര് പറയുന്നത് പോലെയല്ല. ഷാജഹാന്റെ മകൻ ദാറാ ഷിക്കോ ലോക പണ്ഡിതൻ. ഷാജഹാൻ മകനെ വിളിച്ചു പറയും, നീ ഉപനിഷത്ത് തർജ്ജമ ചെയ്യേ, ലോകത്തിന്റെ ഏറ്റവും വലിയ വിജ്ഞാന ഗ്രന്ഥമാണത്. ഷാജഹാന്റെ മകനായ ദാറാ ഷിക്കോ ആണ് ഉപനിഷത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. സംഘപരിവാർ എന്തേ ഇത് പറയാത്തത്? ചരിത്രം വളച്ചൊടിക്കുകയല്ലേ. മുഗളന്മാർ ഏറ്റവും വൃത്തികെട്ടവർ, പ്രാകൃതർ, കിരാത ഭരണത്തിന്റെ വർത്താക്കൾ എന്നല്ലേ ഇവരെ ഇന്ത്യക്കാരോട് മുഴുവൻ പറയുന്നത്? അവർ രാജ്യത്തിനെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തി, സാമൂഹിക സമത്വം വരുത്തി, ഭരണഘടന സമ്പ്രദായത്തിനെ അധികാര വികേന്ദ്രണത്തിൽ അധിഷ്ഠിതമാക്കി. അക്ബറിന്റെ സേനാനായകൻ രാജാ ടോഡർമാൽ ക്ഷത്രിയനാണ്. അക്ബറിന്റെ മന്ത്രിസഭയിൽ 12 അംഗങ്ങൾ, 9 പേരും ബ്രാഹ്മണന്മാരാ, 3 പേരാ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. അക്ബർ ചക്രവർത്തി രാജസദസ്സിലേക്ക് കടന്നു വരിക ചന്ദനപ്പൊട്ടും സിന്ദൂരപ്പൊട്ടും തൊട്ടുകൊണ്ട്. അപ്പൊ ചോദിക്കും, എന്താ ഇങ്ങനെ വരുന്നത്? അപ്പൊ അദ്ദേഹം പറയും, എന്റെ രാജ്യത്തിലെ ഭൂരിഭാഗം പ്രജകളും ഹിന്ദുക്കളാ, അവരുടെ വിശ്വാസത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു. അവർ ഒറ്റ ഹിന്ദുക്കളെയും മതപരിവർത്തനം നടത്തിയിട്ടില്ല. ഈ രാജ്യത്തിനെ ബഹുമാനിച്ചു, ഇന്ത്യയുടെ വൈവിധ്യത്തിനെ ബഹുമാനിച്ചു. രാമായണത്തിനെയും ഭഗവത്ഗീതയെയും ഉപനിഷത്തിനെയും അവർ ബഹുമാനിക്കുക മാത്രമല്ല, അക്ബറും ഷാജഹാനും ദാറാ ഷിക്കോയൊക്കെ അത് പഠിച്ചു. ലോകപ്രശസ്ത സംഗീത സാമ്രാട്ട് ടിയാൻസെൻ അക്ബറുടെ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം മധ്യപ്രദേശിലെ ഒരു ചെറിയ രാജ്യമായ റാവ എന്ന് പറയുന്ന രാജ്യത്തിലെ രാമചന്ദ്ര എന്ന് പറയുന്ന രാജാവിന്റെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് പ്രശസ്തമായപ്പോൾ ഇന്ത്യ ചക്രവർത്തി അക്ബർ അത് കേട്ടറിഞ്ഞു. അക്ബർ ദൂതനെ അയച്ചു ആ സംഗീത വിദുഷിയെ കൊണ്ടുവരാൻ. അങ്ങനെ മധ്യപ്രദേശിലെ രാജാവിന്റെ സമ്മതത്തോടുകൂടി ഈ രാമചന്ദ്ര എന്ന് പറയുന്ന സംഗീതജ്ഞൻ അക്ബറുടെ കൊട്ടാരത്തിൽ വന്നു. 60ാമത്തെ വയസ്സിൽ അക്ബർ അദ്ദേഹത്തിന്റെ സംഗീതം കേട്ട് വളരെയധികം ആഹ്ലാദചിത്തനായിട്ട് അദ്ദേഹത്തോട് അവിടുത്തെ ആസ്ഥാന സംഗീതജ്ഞനാകാൻ പറഞ്ഞു. ആ രാമചന്ദ്ര എന്ന് പറയുന്ന സംഗീതജ്ഞനാണ് ലോക സംഗീത സമ്രാട്ടായ ടാൻസനായത്. അക്ബർ പരിപോഷിക്കാത്ത കലയില്ല. ബിരിയാണി കഴിക്കാറില്ലേ? പുലാവ് കഴിക്കാറില്ലേ? കബാബ് കഴിക്കാറില്ലേ? തിരൂരൊക്കെ എല്ലാ ഹോട്ടലിലും കിട്ടും, എല്ലായിടത്തും കിട്ടും. പാരഗണിലെ ഹോട്ടലിൽ പോയാൽ നല്ല ബിരിയാണി കിട്ടും, കോഴിക്കോട്. ആരാ ബിരിയാണി ഉണ്ടാക്കി തന്ന ഇന്ത്യയിൽ? മുഗൾ രാജവംശം. അവരാണ് ഈ ഭക്ഷണ രുചികൾ പരിചയപ്പെടുത്തിയത്. പേർഷ്യൻ ഭക്ഷണ രീതികളായതല്ല. മത്സ്യം കൊണ്ടുള്ള പുലാവ്, വെജിറ്റേറിയൻ പുലാവ്, മട്ടൺ കൊണ്ടുള്ള പുലാവ്, പേർഷ്യൻ ഭക്ഷണ രീതികളാണിത്. രേഖപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രത്തിൽ. അങ്ങനെ ബിരിയാണിയും കബാബും പുലാവും ഇന്ത്യക്കാരനെ കൊണ്ട് കഴിപ്പിക്കുന്നത് മുസ്ലിം സംസ്കാരത്തിന്റെ ഉജ്ജ്വലമായ സംഭാവനകളാണ്. അതിനെയാണ് ഇവർ നിഷേധിക്കുന്നത്. ഇവിടെ ഏത് ഹിന്ദു ആ ബിരിയാണി കഴിക്കാത്ത ഹിന്ദുള്ളത്? RSS കാരനും കഴിക്കില്ലേ ബിരിയാണി? അപ്പൊ ഈ സംസ്കാരത്തിനെ ദുഷിപ്പിക്കുമ്പോൾ, ചരിത്രത്തിനെ വികൃതമാക്കുമ്പോൾ ഇതിനൊരു സാമാന്യ ബോധം വേണ്ടേ? ഗസൽ പാട്ട് ഇപ്പൊ അലോഷി ഇവിടെ പാടുന്നുണ്ട്. അലോഷി നല്ല ഗസൽ സംഗീതം ഇതിന്റെ ഒരു വിദ്വാനാണ്. ഗസൽ എവിടുന്നാണ് വരുന്നത്? ഈ ടിയാൻസനാ തുടങ്ങിയത്. ഇന്ത്യൻ ഗസൽ സംവിധാനത്തിന്റെ അധിപൻ. കവാലി മ്യൂസിക്, ഗസൽ മ്യൂസിക്, ജഗജീത് സിംഗും പങ്കജ് ഉദാസൊക്കെ ഇന്ത്യയിൽ ഗസൽ സംഗീതത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതന്മാരായി മാറുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഉസ്താദ് അല്ലാറ ഖാൻ, സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന തബലിസ്റ്റ്, ഇവരൊക്കെ ഇത് സംഭാവന ചെയ്തത് മുഗൾ രാജവംശത്തിന്റെ സംഭാവനയാണ്. ഗസൽ, കവാലി, ഇതെല്ലാം. അങ്ങനെ വൈവിധ്യങ്ങളുടെ സമന്വയമാണ് ഇന്ത്യ. എന്നിട്ട് ഇതെല്ലാം സംഭാവന ചെയ്ത മുസൽമാനോട് പറയുക CAA.
നിങ്ങൾക്ക് മാത്രമില്ല, ബാക്കി എല്ലാവർക്കും ഉണ്ട് പൗരത്വം. ഇതെന്ത് ന്യായമാണ്? ഇതെന്ത് ചരിത്ര ധ്വംസനമാണ്? ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട തെരഞ്ഞെടുപ്പാണിത്. ഇപ്പൊ മിനിഞ്ഞാന്ന് പ്രകടന പത്രിക ഇറക്കിയിട്ട് ഒന്നും കൂടി പറഞ്ഞു മോഡി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കും. CAA നിർത്തുന്നില്ല, ഇനി വരാൻ പോകുന്നുണ്ട് NRC, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, അതും വരാൻ പോകുന്നുണ്ട്. ഈ എല്ലാവിധ സാംസ്കാരിക സംഭാവനകളും നൽകിയിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ചരിത്രത്തിനെ വൈകൃതമാക്കിക്കൊണ്ട് പറയാൻ നിങ്ങൾ വേണ്ട, ക്രമേണ ക്രമേണ നിങ്ങൾ ഇവിടെ ആവശ്യമില്ലാത്തവരായി തീരും. ഈ ചരിത്രത്തിനെ മുഴുവൻ വികൃതമാക്കണം. 1780-കളിൽ 1790-കളിൽ ഒരു ബാപ്പയും മകനും ഇവിടെ പോരാട്ടം നടത്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി. ആ ബാപ്പയും മകനുമാണ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അസന്നിഗ്ധമായ പോരാട്ടം നടത്തിക്കൊണ്ട് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ട ഏറ്റുമരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ചക്രവർത്തിയുടെ പേരാണ് ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിന്റെ പിതാവ് ഹൈദർ അലി 1780-ലും ടിപ്പു സുൽത്താൻ 90-കളിലും ആ പോരാട്ടം നടത്തിയ വിപ്ലവ കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ടിപ്പു ബ്രിട്ടീഷുകാരനെ 1-ാം നമ്പർ ശത്രുവായിട്ട് കണ്ടു, വെടിവെച്ചു. ആദ്യം വെടിവെച്ച് ബ്രിട്ടീഷ് വെടിയുണ്ട ഏറ്റ ഒരൊറ്റ ചക്രവർത്തിയെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ, അത് ടിപ്പു സുൽത്താനാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ട ചക്രവർത്തിമാരിൽ പഴശ്ശിരാജ സ്വാതന്ത്ര്യ സമരമല്ല അദ്ദേഹത്തിന്റെ പ്രവിശ്യയിലെ കരം പിടിക്കുന്ന അധികാരത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയത്. അദ്ദേഹവും വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ടിപ്പു സുൽത്താന്റെ പട്ടാളം കേന്ദ്രീകരിച്ചിരുന്ന സ്ഥലമാണ് സുൽത്താൻസ് ബാറ്ററി. ബാറ്ററി എന്ന് പറഞ്ഞ സൈന്യം കേന്ദ്രീകരിക്കുന്ന സ്ഥലം സുൽത്താൻ ബാറ്ററി. അതാണ് ഇപ്പം ഗണപതി വട്ടമാക്കണം എന്ന് പറയുന്നത്. ഇതൊക്കെ പഴയതിലേക്ക് പോവുക, എല്ലാ പഴയ നാമങ്ങളെയും തിരിച്ചു കൊണ്ടുവരിക. കൊങ്കനാട് രാജവംശവും കോട്ടയം രാജവംശവും ബ്രിട്ടീഷുകാർ വരുന്നതിന് ഒരു 400 കൊല്ലം മുമ്പ് വയനാട്ടിലേക്ക് കുടിയേറി പാർത്ത് ഈ പ്രദേശത്ത് തമ്പടിച്ചപ്പോൾ അവിടെ 12 തെരുവീതികൾ ഉണ്ടായിരുന്നു. ആ 12 തെരുവീതികൾ ജൈനമതക്കാരുടെ തെരുവീതികളാണ്. ഇപ്പോഴും ജൈനമതക്കാരുണ്ട്. ആ ജൈനമതക്കാർ ആ തെരുവീതികളെ വിളിച്ച പേരാണ് ഹഗ്ഗിന ഹൊഡ്ഡേ. ആ ഹഗ്ഗിന ഹൊഡ്ഡയാണ് അതിന്റെ കുറച്ചു കാലം മുമ്പ് സംസ്കൃതത്തിൽ അവർ ഗണപതി വട്ടം എന്ന് വിളിച്ചത്. ആ ഗണപതി വട്ടത്തിൽ കൊണ്ടുവരണമെന്ന് അപ്പൊ BJP പ്രസിഡന്റ് പറയുന്നു. അപ്പൊ എന്താ ഈ പഴയതിലേക്ക് പോകുന്നതിന്റെ അർത്ഥം? പുതിയത് ജനത ഓർക്കരുത്. ഗാന്ധിവധം പഠിപ്പിക്കാൻ പാടില്ല. നെഹ്റുവിനെ ചരിത്രത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം. മൗലാന ആസാദിനെ പഠിപ്പിക്കരുത്. മുഗളന്മാരെ പഠിപ്പിക്കരുത്. സർദാർ പട്ടേലിനെ പഠിപ്പിക്കാൻ പാടില്ല. ഒരു ഉജ്ജ്വലമായ ചരിത്രങ്ങളും ജനങ്ങളുടെ മസ്തിഷ്കത്തിൽ നിന്ന് വിസ്മൃതിയിലാഴുമ്പോൾ ഫാസിസ്റ്റ് ചരിത്രം അവർ പഠിക്കും. പുതിയ വർഗീയ ഇന്ത്യ, ഹിന്ദുത്വവാദ ഇന്ത്യയെ അവർക്ക് വാർത്തെടുക്കാമെന്ന് ഫാസിസ്റ്റുകൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ഈ ചരിത്രം മുഴുവൻ ദുർവ്യാഖ്യാനിക്കുമ്പോൾ ആ ചരിത്ര ധ്വംസനത്തിനെതിരെ മതേതര ചരിത്രം, ഗാന്ധിജിയുടെ ചരിത്രം, ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ചരിത്രം പഠിപ്പിക്കാനുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. മൂലധന ശക്തികളുടെ ആധിപത്യത്തിനെ നിഷേധിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. അംബാനിയും അഡാനിമാരുമല്ല ഈ രാജ്യം ഭരിക്കേണ്ടത്. ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് തേരെഴുതി വിറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന പ്രകൃതി വിഭവങ്ങളെയും ഈ മൂലധന ശക്തികൾക്ക് അടിയറ വയ്ക്കുന്ന ഈ വൃത്തികെട്ട സാമ്പത്തിക നയത്തിനെതിരായ പോരാട്ടമാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷം, സാമ്പത്തിക അസമത്വം അതിരൂക്ഷം. ഐക്യരാഷ്ട്രസഭ പറയുന്നു, അമർത്യാസൻ പറയുന്നു, മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ പറയുന്നു, നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ധനമന്ത്രിയുടെ ഭർത്താവ് ഡോക്ടർ പരകാല പ്രഭാകർ 3 ദിവസം കൂടുമ്പോൾ ഓരോ പ്രഭാഷണം നടത്തി വീഡിയോ വന്നുകൊണ്ടിരിക്കുക. സ്വന്തം പത്നിക്കെതിരായിട്ടും പ്രധാനമന്ത്രിക്കെതിരായിട്ടും. ഇതൊക്കെ ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുക. ഭീകരമായ സാമ്പത്തികമായിട്ടുള്ള മനുഷ്യവിരുദ്ധ നയങ്ങളാണ് എന്നാണ് ഡോക്ടർ പരകാല പ്രഭാകർ പറയുന്നത്. ഇതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ തെരഞ്ഞെടുപ്പ് അത്യന്തം ഗുരുതരമാണ്. അത്യന്തം ജാഗ്രതയോടുകൂടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിട്ടില്ലെങ്കിൽ ഭവിഷ്യത്ത്, അതിൻ്റെ പ്രത്യാഘാതം വിവരണത്തിനപ്പുറത്തായിരിക്കും. മനുഷ്യനെ ഒരുപോലെ കാണാൻ പറ്റാത്തൊരു ഇന്ത്യയെ അവർ സൃഷ്ടിച്ചിരിക്കും. ഭരണഘടനയുടെ 14, 15 വകുപ്പുകൾ കൃത്യമായിട്ട് പറയുന്നു, ജാതി, മതം, നിറം, ലിംഗം, വംശം എന്ന് നോക്കിയിട്ട് പൗരത്വം കൊടുക്കാൻ പാടില്ല. അവിടെ മനുഷ്യനാണ് പ്രധാനം.
5-ാം വകുപ്പ് കൃത്യമായിട്ട് പറയുന്നു, ഇന്ത്യയുടെ ഏത് പ്രദേശത്തും 5-6 കൊല്ലം താമസിച്ചാൽ അയാൾ പൗരത്വത്തിന് അർഹനമാണ്. ഇതിനെല്ലാം നിഷേധിക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു വിപുലമായിട്ടുള്ള ഒരു വൈകൃതത്തിന്റെ പ്രത്യാഘാതം വരുത്തുവാനുള്ള ഒരു ഗൂഢ പദ്ധതിയാണ് ഈ CAA-യിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. അത് ബംഗാളിനെയും ആസാമിനെയും കണ്ടുകൊണ്ടാണ് ഇപ്പോൾ എന്നെല്ലാവർക്കും അറിയാം. അവിടെ 146 സീറ്റുണ്ട്, MP സീറ്റുകൾ. അവിടേക്ക് കുടിയേറി പാർക്കുന്നവരിൽ മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവരൊഴികെ എല്ലാവരും വന്നോളൂ. ആ സീറ്റുകൾ പിടിക്കാനുള്ള തന്ത്രം, അതിനെതിരായിട്ട് ഇതൊരു പ്രത്യേക ഇലക്ഷൻ സമയത്ത് തന്നെ നിൽക്കുമ്പോൾ മാത്രമല്ല, ഇതിൻ്റെ മുന്നേയും CAA കൊണ്ടുവന്നപ്പോൾ 2 കൊല്ലം മുമ്പ് ഈ രാജ്യമടക്കം 10,000 പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം നടന്ന ഈ പ്രദേശത്തടക്കം ജനങ്ങളുടെ പോരാട്ടമാണ് ഫാസിസത്തിനെതിരായ പോരാട്ടം. ഈ ഫാസിസ്റ്റുകളുടെ പ്രാകൃത ശൈലികൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടത്തേണ്ട കാലയളവാണത്. എന്തുകൊണ്ടാണ് ഫാസിസ്റ്റുകൾ ഇടതുപക്ഷത്തിനെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നിത്യേന നടത്തിക്കൊണ്ടിരിക്കുന്നത്? സാമ്പത്തിക സഹായങ്ങളില്ല. ഓക്കി വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ കിട്ടേണ്ട സഹായങ്ങളൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് പറഞ്ഞ ന്യായങ്ങൾ, ഫെഡറലിസ്റ്റ് തത്വങ്ങളെ തകർക്കുക എന്ന് മാത്രമല്ല, ഇതിൻ്റെ ആത്യന്തിക കാരണം RSSന് അറിയാം, ഫാസിസ്റ്റുകൾക്കറിയാം. അവരുടെ ആശയത്തിന് ആ നഖശികാന്തം എതിർത്ത് പോരാടുന്ന പ്രത്യയശാസ്ത്രം ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമാണെന്ന് ലോക ചരിത്രം അത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റിന് ശ്വാസം മുട്ടിച്ച് കൊല്ലണം. ഒരു വിധത്തിലും അവരെ ഭരണത്തിൽ തുടരാൻ പാടില്ല. അതുകൊണ്ടാണ് സഖാവും മന്ത്രിസഭാംഗങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, മുൻ മന്ത്രിയും മന്ത്രിയും ഒക്കെ, ഇവരൊക്കെ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മാനവികതയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും വ്യാപരിപ്പിച്ചുകൊണ്ട്, ഏത് പ്രകൃതി ദുരന്തത്തിൻ്റെ സമയത്തും മനുഷ്യനാണ് ഏറ്റവും വലിയ പ്രതിഭാസം എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രത്തിനെയാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എന്ന് പറയുക. ആ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം RSSന്റെ രുചിക്കില്ല. RSS സവർണ ഹിന്ദുവിനെ കാണുള്ളൂ. ഹിന്ദുവിന് ശൂദ്രനും വൈശ്യനൊന്നും പെടില്ല കേട്ടോ. അത് ഹിന്ദു രാഷ്ട്രം വന്നാൽ അറിയാം. ഇവിടെയുള്ള നായരും മീഴവനും പട്ടരുമൊക്കെ വിവരം അറിയപ്പോ അതൊന്നും ഹിന്ദു അല്ല. ഹിന്ദു സാക്ഷാൽ ബ്രാഹ്മണനും സാക്ഷാൽ ക്ഷത്രിയനും ചാതുർവർണ്ണത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ ഗോപുരത്തിലിരിക്കുന്നവർ. വിചാരധാര വായിച്ചാൽ അറിയാം എന്താണ് യഥാർത്ഥ ഹിന്ദു എന്നുള്ളത്. അതുകൊണ്ട് വരുമ്പോഴാണ് അതിൻ്റെ അപകടം അറിയുക. അപ്പോൾ അവർക്ക് മനുഷ്യൻ പ്രശ്നമല്ല, ഈ സവർണ ഹിന്ദുത്വം. ആ ഹിന്ദുത്വത്തിനെ എതിർത്ത് മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യനെ ചേർത്ത് പിടിച്ച മഹാത്മാവ് സത്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നടത്തി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം എഴുതിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെയായപ്പോൾ സത്യങ്ങൾ കൊണ്ട് പരീക്ഷണം നടത്തിയ ആളെ വെടിവെച്ചു കൊന്നു. ഇവരുടെ നേതാവ് നഥുറാം ഗോഡ്സെ, അതിൻ്റെ നേതാവ് സവർക്കർ, അതിലെ പ്രതിയാണ്, 3-ാം പ്രതിയാണ് സവർക്കർ. ആ സവർക്കറുടെ ചിത്രമാണ് പാർലമെന്റ് ഹാളിൽ ഗാന്ധിയുടെ ചിത്രത്തിൻ്റെ അപ്പുറത്ത് തൂങ്ങുന്നത്. ഈ ദുരന്തത്തിൽ നമ്മൾ രക്ഷപ്പെടണം. ഗാന്ധിജിയുടെ നാട്ടിലേക്ക് തിരിച്ചു വരണം. മഹാനുഭാവന്മാരായിട്ടുള്ള ഇന്ത്യയുടെ പൂർവ്വസൂരികൾ വരുത്തി വെച്ചിട്ടുള്ള ഈ ജനാധിപത്യ പ്രക്രിയ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉജ്ജ്വല പോരാട്ടത്തിൽ അണിചേരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത്, കടമ ഏറ്റെടുത്തുകൊണ്ട് മാറ്റത്തിൻ്റെ ചാലകശക്തിയായിട്ട് നമ്മൾ മുന്നേറുമ്പോൾ വരുന്ന ഈ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പരിവർത്തന ദാഹത്തിൻ്റെ തിരകൾ നിരമ്പിക്കൊണ്ട് അക്ഷീണമായ പ്രയത്നത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് KS ഹംസ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ വോട്ട് നേടിക്കൊണ്ട് വൻ വിജയം കരസ്ഥമാക്കും എന്നുള്ളതിന് സംശയമില്ല. അത് ഈ പൊന്നാനി പാർലമെന്റിന്റെ, പൊന്നാനി മണ്ണിന്റെ പ്രത്യേകതയാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ മുതൽ അങ്ങ് വടക്കേയറ്റത്ത് നാലാപ്പാട് നാരായണമേനോൻ അടക്കമുള്ള മഹാസാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പോരാട്ടം ഇടതുപക്ഷത്തിന്റെ വിജയത്തിനാകട്ടെ, ഫാസിസത്തിനെതിരെ ജീർണിക്കുന്ന കോൺഗ്രസ് സംസ്കാരത്തിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൽ അണിചേരുക. വിജയം സുനിശ്ചിതം. അത് നേടിയെടുക്കുക. ലാൽ സലാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.